ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ അല്പനേരത്തെ ധ്യാന ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 31-ാം വചനം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നമ്മുടെ കണ്ണുകൾ അടച്ച് ഇപ്പോൾ എവിടെ നിന്നുകൊണ്ടാണോ ഈ വചനം ശ്രവിക്കുന്നത്, അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ നാഥനും അവിടുത്തെ ജനവുമാകുന്നുവല്ലോ അടിയങ്ങൾ. തമ്പുരാനെ, ഞങ്ങൾ ലജ്ജിച്ചു പോകുവാൻ ഇടയാകരുതേ. ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. മനോവിഷമങ്ങളാൽ നേറുന്ന പ്രശ്നങ്ങളുമായി അടിയങ്ങളിൽ ഭാരപ്പെടുമ്പോൾ ഞങ്ങളുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ശക്തിയെ ഒന്ന് പുതുക്കണമേ. ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. തമ്പുരാനെ, ചെറുപ്രാണികൾക്ക് ചിറക് മുളച്ച് പറക്കുന്നത് പോലെയല്ല, അടിയങ്ങൾക്ക് കഴുകന്മാരെ പോലെ ദൃഢതയുള്ള ബലമുള്ള വിശ്വാസമെന്ന ചിറകുകൾ നൽകി ആ ചിറകിൽ ആശ്രയം വച്ച് ഈ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നീങ്ങുവാനുള്ള മനോധൈര്യത്തെ തമ്പുരാനെ അടിയങ്ങൾക്ക് നൽകണമേ. ജീവിതയാത്രയിൽ ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, മനോവേദനകൾ വർദ്ധിക്കുമ്പോൾ, വേദനയുടെ കാഠിന്യത്താൽ ഭാരപ്പെടുമ്പോൾ, ജീവിതത്തെ നോക്കി പകച്ചു നിൽക്കുമ്പോൾ തളർന്നു പോകാതെ ഓടുവാൻ, ഈ ഓട്ടം തികയ്ക്കുവാൻ, നിന്റെ സമാധാനത്തിലേക്ക്, ശാന്തതയുടെ തീരത്തിലേക്ക് ക്ഷീണിച്ചു പോകാതെ നടന്നെടുക്കുവാനുള്ള മനോധൈര്യത്തെ തമ്പുരാനെ നീ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഈ തിരുവചനത്തിലൂടെ അടിയങ്ങൾ മുൻപോട്ട് തന്നെ പോകുന്നു. കാക്കണമേ നാഥ, കാത്തനുഗ്രഹിക്കുമാറാക്കണമേ. സകലവും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.